ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ 11 ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കാസ്റ്റർ ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടലിനായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയാണ് ആദ്യത്തെ കാണണമെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറ്റാർ വാഴയാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള മഞ്ഞ ലിക്വിഡൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കറ്റാർ വാഴ ഉപയോഗിക്കുക. ഇനി നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് ഇതേപോലെ ഒന്ന് എടുക്കാം കേട്ടോ. അതിനായിട്ട് കറ്റാർ വാഴ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലുള്ള മുള്ളു പോലത്തെ ഭാഗമൊക്കെ ഒന്ന് കളയുക. അതേപോലെ തന്നെ അതിൻ്റെ മേലുള്ള ഒരു ഭാഗം കൂടി കളഞ്ഞിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. കറ്റാർ വാഴ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിയിൽ നന്നായിട്ടൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കറ്റാർ വാഴ കൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലായാലും മതി. ഫ്രഷ് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുക്കാം. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ അലോവേരയുടെ ജെല്ലും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് നമുക്ക് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് നമുക്കൊരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ശരിക്കും ഒരു ക്രീം പരുവത്തിലാവും. അതാണ് ഇതിൻ്റെ ശരിക്കായിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ആയാലും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു പാക്കാണ് കേട്ടത്. അപ്പം നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് ഈ ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും തേച്ച് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കഴുകിയോണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിൽ 3 തവണ വെച്ചിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള വൈറ്റമിൻ ഇ ഓയിലായാലും നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ മുടിക്ക് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. നന്നായിട്ട് തന്നെ എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്ക് 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. ഇനി നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സമയം നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ വയ്ക്കാവുന്നതാണ്. ഇനി സാധാരണ വെള്ളത്തിൽ വേണം ഇതിനെ കഴുകിയെടുക്കാനായിട്ട്. വേറെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെ, മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മുടെ മുടി നേരത്തെ പോലെ ഡ്രൈ ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുകയോ ഒന്നുമല്ല കേട്ടോ. ആ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം.